അപ്പൊ നമ്മളിതാ ഇപ്പോ നമ്മൾ പോവാൻ പോകുന്നത് റൈസ് ഓഫ് ഓറ ഭ്രാന്തൻ കണ്ടൽ എന്ന് പറയുന്ന കണ്ടൽക്കാടിലൂടെയാണ്. നമ്മുടെ ഇവിടുത്തെ ഈ കടലുണ്ടി പക്ഷി സങ്കേതം ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ തന്നെ ഇട്ടത്. അടിപൊളി കണ്ടൽക്കാടാണ്. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഞങ്ങള് ഇവിടെ ഈ ടൂറിസം ഇവിടെ തുടങ്ങിയിട്ട് 8 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ മണലെടുക്കുന്ന ആളുകളാണ്. ആദ്യമായുള്ള തൊഴിലാളികളാണ്, ഇവിടുത്തെ മണൽ തൊഴിലാളികളാണ്. അപ്പൊ ഞങ്ങള് തോണി പുഴയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ചെറുപ്പം മുതലേ ബന്ധം. നമ്മള് വേറെ ഏതോ സ്ഥലത്തെത്തി പോലെ പണ്ടത്തെ മറ്റേ മാന്ത്രിക സിനിമ ഓർമ്മ നമുക്ക്. ബോളിവുഡ് പടത്തിന്റെ ഉള്ളിൽ കയറിയ വഴി മുതലേ അങ്ങനത്തേലൊക്കെ ഉണ്ടാവോ? അന്നക്കൊണ്ട സിനിമയില് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കടലുണ്ടി പക്ഷി സങ്കേത കേന്ദ്രം കാണാൻ വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് കടലുണ്ടി. നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചൊരു 2 മണിയാവാൻ നേരത്താട്ടോ ഇവിടെ എത്തിയുള്ളത്. അപ്പോൾ വരുന്ന സമയത്ത് രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ക്ലൈമറ്റൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറേ ആയി വിചാരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമായിട്ട് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള കണ്ടൽക്കാടിലൂടെയുള്ള ബോട്ട് യാത്ര, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക, ദേശാടന പക്ഷികളൊക്കെ വരുന്നതുകൊണ്ടാണ്. ഇത് പക്ഷി സങ്കേത കേന്ദ്രമല്ല, ഒരുപാട് പേർക്ക് അറിയാം. അപ്പോൾ ഒരുപാട് പേര് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാകും ബോട്ടിലൂടെയൊക്കെയുള്ള യാത്ര. പക്ഷേ ഞങ്ങൾ ഇതുവരെ കയറിയില്ല. എപ്പോഴും കയറണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ അത് കയറാനായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ പറയട്ടെ, ഭയങ്കര എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീണ്ടും വീണ്ടും നമുക്ക് എന്താ പറയുക, കയറാൻ തോന്നുന്ന ഒരു സംഭവമായിട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, പക്ഷേ അടിപൊളിയായിരുന്നു എന്ന് പറയാം. നല്ല ക്ലൈമറ്റും ആയിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമായിട്ടുള്ള ഇത്രയും നല്ല സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ കയറാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എന്താ പറയുക കയറി പോകുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും പോവാം, അതുപോലെ ഇവരുടെ കൂട്ടത്തിൽ നമുക്കിങ്ങനെ കൂടിയിട്ട് വേണമെങ്കിൽ പോവാട്ടോ. അപ്പോൾ ചാർജ് വരുന്നത് 800 രൂപയാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്തു. നമുക്ക് വേറെ ആരും വേണമെന്നുള്ള രീതിയിൽ ഞങ്ങളൊരു ബോട്ട് എടുത്തു കേട്ടോ. ഏകദേശം 1.5 മണിക്കൂറിൻ്റെ അടുത്ത് പോലെ ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ കയറാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലാട്ടോ. കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മസ്റ്റ് ട്രൈ ആണെന്നുള്ളത്. ഇതാണ് നമുക്കായിട്ട് വന്നിട്ടുള്ള ബോട്ട് കേട്ടോ. കുഞ്ഞു ബോട്ടാണ്. കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒറ്റക്കാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് എന്താ പറയുക ഷെയർ ചെയ്തെടുത്ത് എല്ലാവരും ഒന്ന് പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. എനേബിൾ ചെയ്യാത്തവരിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്താൽ തീർച്ചയായിട്ടും ഞാനിടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, ലൈഫ് ജാക്കറ്റൊക്കെ ഇടിച്ച് ഇവർ തികച്ചും സേഫ് ആയിട്ട് തന്നെ കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ വന്ന സമയം ഇപ്പൊ നല്ല സമയം. താങ്ക് യു. ഇപ്പൊ ഇറങ്ങാൻ ഇപ്പൊ നല്ല സമയല്ലേ? അപ്പൊ ഇതൊക്കെ ഇതിലൊരു വഴിയില്ലേ, അതിലെ വഴിക്ക് ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞാൽ അതിലേ പോകാൻ കഴിയില്ല. ആ തോണികളൊക്കെ പോണില്ലേ, നമ്മൾ പോവാം. നക്ഷത്ര കണ്ടൽ തന്നെ ഒരു കണ്ടലുണ്ട്, അവിടെ വെച്ചുപിടിപ്പിച്ചതാണ്. നമുക്ക് ആ കാടിന്റെ ഉള്ളിൽ കൂടെ. അപ്പോ നമ്മളെ ഈ കൊണ്ടുപോകണ ഈ ചേട്ടൻ പറഞ്ഞത് നമ്മൾ വന്ന ദിവസം നല്ല ടൈമാണ്. ചില സമയങ്ങളിൽ പോകാൻ കഴിയില്ല. വേലിയേറ്റും വേലിയേർക്കും അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രതിഭാസങ്ങളുണ്ടാകുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോകും. അപ്പം അങ്ങനെ തോണി പോയാൽ ചിലപ്പം തിരിച്ചു വരാൻ കഴിയാത്ത വരെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കൊണ്ടും നല്ല സമയമാണെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് കണ്ടൽക്കാടുകൾ കാണാനുണ്ട്. നക്ഷത്ര കണ്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കണ്ടലാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ നമ്മൾ പോകുന്നത് നക്ഷത്രക്കണ്ടൽ എന്ന് പറയുന്ന അങ്ങോട്ടാണ്. അപ്പോൾ ഇവർ പറയുകയാണ് 1 മണിക്കൂറും കൂടെ ലേറ്റ് ആയിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ കഴിയില്ലായിരുന്നു എന്ന്. അതായത് തിരിച്ചു വരേണ്ട സമയമാവും, പിന്നെ വെള്ളം ഇറങ്ങി തുടങ്ങുന്നത്. അപ്പം നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ പേര് വിജയൻ ചേട്ടനാണ് അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇന്നത്തെ സായാഹ്നത്തിൽ. ആളെത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഞങ്ങള് ഇവിടെ ഈ ടൂറിസം ഇവിടെ തുടങ്ങിയിട്ട് 8 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ മണലെടുക്കുന്ന ആളുകളാണ്. ആദ്യമായുള്ള തൊഴിലാളികളാണ്, ഇവിടുത്തെ മണൽ തൊഴിലാളികളാണ്.
അപ്പൊ ഞങ്ങള് തോണി പുഴയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ചെറുപ്പം മുതലേ ബന്ധം. എന്റെ വീട് പുഴേന്റെ അടുത്താണ്, ഒരു 10-20 മീറ്ററിന്റെ വ്യത്യാസം. അപ്പൊ ഞങ്ങള് മീറ്റ് നോക്കണ തന്നെ പുഴയാണ് ചെറുപ്പം കാണുന്നത്. ഈ ഏരിയയിലാണ് പക്ഷി ആ മണൽത്തട്ടില്ല അവിടെ ഈ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലം തന്നെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഉണ്ടാവില്ല. ഇവിടെയാണ് പക്ഷികൾ വരല്. ബേർഡ് സാഞ്ചുറി എന്ന സ്ഥലത്താണ്. അത് ഏത് സമയത്തൊക്കെയാണ് ഇനി? അത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് സീസൺ കഴിഞ്ഞ്. അപ്പൊ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇവിടെ നിറയെ പക്ഷികൾ. ഹലോ, അപ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന വിജയൻ ചേട്ടൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷികൾ, ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലങ്ങളും കൂടുതലായിട്ട് വരുന്നതും പിന്നെ അവർ വരുന്ന സമയവും കാര്യമൊക്കെ കറക്റ്റ് പറഞ്ഞു തന്നു കേട്ടോ. ഒരുപാട് നോളജും കൂടെ കിട്ടി. കണ്ടൽക്കാടുകൾക്ക് നടുവിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. പലതരം കണ്ടൽക്കാടുകൾ. എത്ര? 8 തരോ? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഈ ഫ്ലവർ കണ്ടോ, നക്ഷത്രത്തിൻ്റെ ആകൃതിയുള്ള. അപ്പോൾ ഇതാണ് നക്ഷത്ര കണ്ടൽ എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ആകൃതി കൊണ്ട് തന്നെയാണ് ഈ പേര് വന്നത്. അപ്പോൾ ഇതിലൂടെയാണ് ഇതാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. കണ്ടോ ഈ ഫ്ലവർ കണ്ടോ, ഇതിൻ്റെ ആകൃതി കണ്ടോ. ഇവിടെ ഏകദേശം 8 തരം കണ്ടൽക്കാട് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടായതുകൊണ്ട് കേട്ടോ. ഇത് കണ്ടോ ട്രെയിനൊക്കെ പോകുന്നത്. ശരിക്കും എന്താ പറയുക, നല്ല രസമുള്ള കാഴ്ചയും കൂടിയാണ് ഈ യാത്രയോടൊപ്പം നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഈ ഭാഗമൊക്കെ ഇവിടെയൊക്കെ ഏതൊക്കെയോ ഈ കാണുന്ന കൊക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ കുറച്ച് മുന്നേ വന്നിട്ടുള്ള കൊക്കുകളാണ്. ഇവിടുത്തെ സ്ഥിര താമസക്കാരല്ല, ഇവർ ദേശാടന പക്ഷികളാണ്. 2 തരത്തിലുള്ള കൊക്കുകളുണ്ട് ഇപ്പോൾ നിലവിൽ. ചാര കളർ ഇങ്ങനെ ഉള്ളതും പിന്നെ ഇത് രണ്ടും ദേശാടന പക്ഷികളാണ്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 തരം ദേശാടന പക്ഷികളെയും കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഈ കാണുന്നത് നമ്മുടെ കടലുണ്ടി പാലാണ് കേട്ടോ, ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ വന്ന് ഇപ്പം ഇങ്ങനെ ബോട്ടിൽ കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും നല്ല രസമുള്ളൊരു യാത്ര തന്നെയാണ്. നമ്മൾ പണ്ട് തിരൂർക്ക് പോയിട്ട് ബോട്ട് യാത്ര നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര രസമായിരുന്നു. ഇത് നമ്മുടെ ഇത് എന്താണ്, ട്രെയിന് പറഞ്ഞ് അവിടെയാണ് ബോട്ട് നിക്കണേന്റെ അപ്പുറത്ത് അല്ലേ. ഇത് ഈ വരുന്നത് കണ്ട, ഇതെന്താണെന്നറിയോ, നീർനായ കേട്ടോ. വെള്ളത്തിലൂടെ പോകുന്നത് കണ്ട. അപ്പോൾ ശരിക്കും നമ്മളൊന്ന് പേടിച്ചു. അപ്പോൾ നമ്മുടെ വിജയൻ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് ഒന്ന് സൗണ്ട് ഉണ്ടാക്കുക, പിന്നെ അതുപോലെ അങ്ങോട്ടൊന്നും അവരെ ഇതാക്കുന്ന രീതിയിലൊന്നും പറയണ്ട, അവരങ്ങനെ പോയിക്കോളും, നമ്മളെ ഒന്നും ചെയ്യാണ്ടെന്നൊക്കെ. ശരിക്കും അതൊരു എന്തൊരു പ്രതീക്ഷിക്കാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയിട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാണ് നീർനായനെ. വീഡിയോസിലൊക്കെ കണ്ടിക്കണമെന്നല്ലാതെ അത് നമ്മളെ തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ട് ഭയങ്കര ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും. അങ്ങോട്ടൊക്കെ ഇവിടെ അത് ഞാൻ കണ്ട്. ദേ നോക്ക് വെള്ളത്തിലെ നായ, നീർനായ. കുറച്ച് വിട്ടുന്ന കേട്ടോ. അവിടൊക്കെ തല മാത്രല്ലേ. അത് ഒഴിവാക്കിയിട്ടാണ് പുതിയ 2 ഉണ്ടാക്കിയത്. പാലത്തിന്റെ അടിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. തല തട്ടോ നിങ്ങളാലോ. ആ കണ്ടൽക്കാടാണ് ഭയങ്കര രസം. ഇതിലൊക്കെ കാണാലോ ഫോട്ടോ. ഭയങ്കര സ്റ്റൈൽ. അപ്പൊ നമ്മളിതാ ഇപ്പോ നമ്മൾ പോവാൻ പോകുന്നത് റൈസ് ഓഫ് ഫോറ ഭ്രാന്തൻ കണ്ടൽ എന്ന് പറയുന്ന കണ്ടൽക്കാടിലൂടെയാണ്. നമ്മുടെ ഇവിടുത്തെ ഈ കടലുണ്ടി പക്ഷി സങ്കേതം ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ തന്നെ കേട്ടത്. അടിപൊളി കണ്ടൽക്കാടാണ്. പണ്ട് അയ്യോ അതെ നല്ല രസങ്ങളുടെ കാര്യങ്ങള്. വൻ കൂളിംഗ് ആയില്ലേ. വേറെ ഏതോ
സ്ഥലത്തെത്തി പോലെ പണ്ടത്തെ മറ്റേ മാന്ത്രിക സിനിമ ഓർമ്മ നമുക്ക്. ഹോളിവുഡ് പടത്തിന്റെ ഉള്ളിൽ കയറിയ വഴി അല്ല മുതലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ? അന്നക്കൊണ്ട അതെ അന്നക്കോട്ട സിനിമയില് ഒരു രക്ഷയില്ലാത്ത ഏരിയയിലാട്ടോ നമ്മളുള്ളത്. അടിപൊളി സ്ഥലത്താ. ഓ നെവർ എക്സ്പെക്ട്. എന്തായാലും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണല്ലേ നമ്മള്. ഓ വണ്ടർഫുൾ വണ്ടർഫുൾ. എന്തായാലും വരാം. പിന്നെ ക്ലൈമറ്റ് അപ്പൊ നമ്മൾ ഇന്ന് വന്ന ക്ലൈമറ്റ് അടിപൊളിയാണല്ലേ. മഴയില്ല പക്ഷെ എന്താ രസം. മഴയും വെയിലും കൂടിയോണ്ടിരിക്കും. മുകളിൽ കോട്ടിട്ടൊരു കവുത്തുണ്ടാവും. ആരെവിടെ? പപ്പ ഒന്നുകൂടി ചൂലടിച്ച അതൊക്കെ ഉണ്ടായി വരുന്നതൊക്കെ അതൊക്കെ ആ കലമ്പായിട്ട പുള്ളി ഇക്കണ തുടക്കട്ടെ. ചുള്ളിക്കണ്ടൽ കൊറേ വെറൈറ്റീസ് കണ്ടലുണ്ട്. എത്ര വീതം? 8 വീതം കണ്ടലുണ്ട്. കണ്ടൽ ചെടികൾ കൊറേ കണ്ടൽക്കാടുണ്ടല്ലേ. ഒരുപാട് ഐറ്റം നമ്മളിപ്പോ 4-5 നമ്മൾ കണ്ടു. ഇതാണ് ഇത് ദ്വീപാണ്. 100 വീടുകളൊക്കെ ഉള്ള ദ്വീപാണിത്. 165ഓളം വീടുണ്ടെന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. ഇതില് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ വഴിയും കാര്യങ്ങളും അപ്പുറത്ത് കൂടെ വരാനുള്ള വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ഇത് കാണാൻ തന്നെ ഭയങ്കര ഭയങ്കര ഫീല്. അടിപൊളി. ഇവര് ഭാഗ്യവന്മാരാണ്. അത്രയും നല്ല ഓക്സിജനും കാര്യങ്ങളും. ഹായ് അങ്ങോട്ട് നോക്ക്. വീട് നല്ല അടിപൊളി വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയാണ് ഹോം സ്റ്റേ. സാധാരണ റിസോർട്ടിലൊക്കെ പോണ പോലെ അല്ലേ? അപ്പോൾ ഇതാ ഈ കാണുന്ന ഇവിടെ ദ്വീപുണ്ട്. ആ ദ്വീപിലേക്കുള്ള നടപ്പാതയാണ് ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഏതായാലും അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. ഒരു ദ്വീപിലുള്ള ചെറിയൊരു ദ്വീപ് സെറ്റപ്പൊക്കെയാണ്. ഇവിടെ ദ്വീപായിട്ട് തന്നെയാണ്. ആദ്യം കുറച്ച് വീടുകളിൽ ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഒരുവിധ സ്ഥലത്ത് ദ്വീപുകളാട്ടോ. ഇവിടെ കാണുന്ന ഒക്കെ ദ്വീപുകളാണ്. ഒക്കെ ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ ഒക്കെ ദ്വീപുകളാണ്. അതാണ് ഞാൻ പറഞ്ഞ ദ്വീപുകള്. അവിടെ ഒരുപാട് വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെ. യെസ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരുവിധം ഇപ്പം നമ്മൾ 2 ദ്വീപ് ഫുൾ ചെയ്തു. ഇത് ഈ കാണുന്ന ഒരു അടിപൊളി ഹോം സ്റ്റേ ആട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും മറക്കാതെ തന്നെ വരണം. ഒരു രക്ഷയില്ലാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഏരിയ ആട്ടോ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഹോം സ്റ്റേ ആണ്. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനും ഇതിനൊക്കെ ഉള്ള ചെറിയ വലിയ റെൻ്റൊന്നുമില്ല. ചെറിയ റേറ്റൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഗായ്സ് ഇപ്പം പറഞ്ഞു കൊടുക്കില്ലേനോ എങ്ങനെയുണ്ട് സ്ഥലം? അലൻ പറയൂ. അവനെ അവിടെ എന്തോ ചൂണ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ.
ഇതിന് പറയും എന്താ ഇവിടെ എങ്ങനെയുണ്ട്, സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടാ. കിളികളും പക്ഷികളും മീനുകളും മത്സ്യങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളാണ്, ഒരുപാട് അടിപൊളി ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത് വരണം കേട്ടോ. എല്ലാവർക്കും കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളിപ്പോൾ യൂട്യൂബിൽ ഇടുന്നുണ്ട് എൻ്റെ അമ്മ. എല്ലാവരും മറക്കാതെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ അടിപൊളിയാട്ടോ, എന്ത് രസാന്നറിയോ. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വ്ളോഗർ ഇനൂസിൻ്റെ സംസാരം കേട്ടല്ലോ നിങ്ങൾ. ഞാൻ കുറേ നേരം ഫോണിങ്ങനെ പിടിച്ചിരുന്നപ്പോഴേ ഓള് പറയാം ഇനി കുറച്ച് നേരം ഞാൻ പറയട്ടെ എന്ന് പറയാം. അപ്പം ഞാൻ ഓൾ ആഗ്രഹമല്ലേ, ഓൾ അങ്ങോട്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഓളെടുത്ത് കൊടുത്തതാട്ടോ. അല്ല നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് വരാം. നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. അപ്പൊ ഇതാണ് ബോർഡർ. ഇത് കോഴിക്കോടും അത് മലപ്പുറവും രണ്ടിന്റെയും ഇനിയും ഉണ്ട്, ഒരുപാട് ഏരിയ കാണാനൊക്കെ ഉണ്ട് നമുക്ക്. അതെ അതെ. 1 മണിക്കൂറും കൂടെ അതെ കവർ ചെയ്യാനുള്ള സ്ഥലം. പിന്നെ വന്ന ദിവസം ഞായറാഴ്ച അല്ലാത്ത ദിവസം വരണല്ലേ. ഞായറാഴ്ച ഒരുപാട് ആൾക്കാരുണ്ടാവണോണ്ട് അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതെ, ഏരിയ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ കവർ ചെയ്ത്. 1 മണിക്കൂറിലൊന്നും തീരില്ല. 1 മണിക്കൂറിലോണ്ട് തീരൂല. 1 മണിക്കൂറും കൂടി കവർ ചെയ്യാനുള്ളത് ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അടിപൊളിയായിരുന്നു. എന്തായാലും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. വണ്ടർഫുൾ. നമ്മള് ലേറ്റ് ആയി പോയി. അതെ, ഞങ്ങൾ അടുത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ ലേറ്റ് ആയി പോയി. പക്ഷെ അമേസിംഗ് ടാ. പക്ഷെ മ്യാരകം എന്ന് വെച്ചാലും മ്യാരകം. ഓക്കെ, സഹകരിച്ച ചേട്ടൻ തന്നെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നെ. ചേട്ടന്റെ പേരെന്താ? വിജയൻ. അതെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. താങ്ക് യു. ഓക്കെ, അപ്പൊ മുഴുവനായിട്ടില്ല. ഞങ്ങൾ വരും, ഒരു ദിവസം കൂടെ വരും. അപ്പോൾ നമുക്ക് ഇതാ ചേട്ടൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ കടലുണ്ടിയിലെ കണ്ടൽക്കാടിനുള്ളിലൂടെ ഒരു ബോട്ട് യാത്രയൊക്കെ നടത്തി. അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുക. വന്നതിന് ശേഷം നമുക്ക് അവിടെ ചെറിയൊരു എന്താ പറയുക ഷോപ്പുണ്ട് കേട്ടോ. അവിടെ നല്ല സർബത്തൊക്കെ കുടിച്ച് ഇനി നമ്മളിതാ അതിന് ശേഷം വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.